ഹലോ ഫ്രണ്ട്സ്, ഷെറൂസ് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ കോഴികളെല്ലാം ഇളക്കിയിനി. കോഴികളെല്ലാം രാവിലെ ഒരു പ്രാവശ്യം തീറ്റ കൊടുത്തിട്ടാണ് ഇളക്കല്. തലേനാളത്തെ എന്തെങ്കിലും വേസ്റ്റ് ഫുഡെല്ലാം കൊടുത്തിട്ടാണ് ഇളക്കലുണ്ടായിനി. അപ്പോൾ അവരത് ഇളക്കി ഇപ്പോൾ ഉച്ച സമയമായി മേഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയെന്ന് എല്ലാവരും. അപ്പോൾ ഇവർക്ക് ഞാൻ രാവിലെ ഒരു നേരം കൊടുക്കുന്ന ഫുഡേ ഇല്ലൂ കേട്ടോ. അതിന് ശേഷമൊന്നും ഞാനൊന്നും കൊടുക്കലില്ല. കാരണം ചിത്രപ്പോലെ അതിന് ശേഷം ഇളക്കി വിടുന്നത് കൊണ്ട് ഇപ്പോൾ ഒന്നും കൊടുക്കാൻ നിൽക്കില്ല. ഈ കാണുന്ന പറമ്പിലെല്ലാം കേട്ടോ ഇവർ മേഞ്ഞ് നടക്കുന്ന സ്ഥലം. രാവിലെ ഫുഡും കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇവിടെയെല്ലാം തന്നെ ഉണ്ടാവില്ലേ. കുറച്ച് മുന്നേ വരെ മഴയുണ്ടായ സമയത്ത് നല്ല കാടിലുണ്ടായാലും കീരിൻ്റെ ശല്യം അതുപോലെ നായിൻ്റെ ശല്യം കുറേ അധികമായിരുന്നു. അന്നേരം ഞാൻ ഇവരെ ഇറക്കേ ഉണ്ടായിട്ടില്ല. ഇത്രയും കാലം കൂട്ടിലിട്ട് വളർത്തിയോണ്ട് തന്നെ അവർ തീരെ ആരോഗ്യം ഉണ്ടായിരുന്നില്ല. ഇളക്കി വിടാൻ തുടങ്ങിയതിന് ശേഷം കേട്ടോ കോഴികളെല്ലാം നല്ലൊരു ആരോഗ്യത്തോടെ വളരാൻ തുടങ്ങിയത്. ഇവർ കൂട്ടിട്ട് വളർത്തുന്ന സമയത്ത് ഇവർക്ക് തീറ്റ കൊടുക്കലാന്നിട്ട് ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായത്. ദിവസം വെറൈറ്റി ഇലകളെല്ലാം കൊടുക്കാൻ ശ്രമിക്കും. കണ്ടത്തിലെല്ലാം പോയിട്ട് പുല്ലും ഇവരെന്താ തിന്നുന്നതെന്ന് നോക്കിയിരുന്നിട്ട് അതെല്ലാം പറിച്ചുകൊണ്ട് കൊടുക്കലുണ്ടായിനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും സിമ്പിളായിട്ട് മഴക്കാലത്ത് കിട്ടുന്ന മുറിച്ചും തറച്ചൊന്നും കൊടുക്കേണ്ടാത്ത ഒരു തീറ്റ കാണിച്ചു തരാം. ഇത് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഇതുപോലെ ഇരിക്കുമ്പം അവർ തിന്നുന്ന കണ്ടിട്ട് ഞാൻ കുറച്ചൊന്നും എടുത്ത് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ തിന്നുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമല്ലോ എന്ന് വിചാരിച്ചു. കൂട്ടിലിട്ട് വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലേ തീറ്റ ചിലവെല്ലാം കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർക്കെല്ലാം ഭയങ്കര ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ആ തീറ്റ നമുക്ക് പറിക്കാൻ പോയാലോ? നേടിയാണ് കേട്ടോ തീറ്റയില്ല സ്ഥലം. അപ്പോൾ നമ്മൾ കോഴികളെല്ലാം ഇടുന്ന് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറിക്കുന്നത് കുഞ്ഞിക്കോഴികൾക്ക് വേണ്ടിയിട്ടാണ്. അവരിങ്ങോട്ടേക്കൊന്നും അങ്ങനെ വരുത്ത് കുറവാണ്. അപ്പോൾ ഈ കിണറിന് മേലെ ഇതിങ്ങനെ ഒരു പച്ച പായൽ പോലെ കണ്ട ഇതാണ് കേട്ടോ സാധനം. ഇത് ഈ കുഞ്ഞിക്കോഴികൾ ഇതുപോലെ കൊത്തി തിന്നുന്നത് കണ്ടിട്ടാണ് ഞാനിത് പറിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചത്. വീടിനല്ല, അപ്പുറം കോഴികളില്ല സ്ഥലത്ത് നിന്ന് തന്നെ ഇതുപോലെ കല്ലിലെല്ലാം ഇങ്ങനെ പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിന്. പൂപ്പലല്ല കേട്ടോ പായൽ. അപ്പോൾ അത് കോഴികളിങ്ങനെ കൊത്തി തിന്നുന്നുണ്ടായി. അപ്പോൾ ചസവളൻ്റെ എല്ലാം ഒരു വർഗ്ഗത്തിൽ പെടുന്നതന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ കൊടുക്കാമല്ലോ ധൈര്യത്തിൽ വിശ്വസിച്ച് കൊടുത്തു നോക്കി. അപ്പോൾ അവർ നല്ലോണം കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് പറിച്ചെടുക്കാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്താൽ തന്നെ പറഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ഇങ്ങനെ കിണറിനോട് മുട്ടിച്ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് മണ്ണെല്ലാം ഉണ്ട് കേട്ടോ. ഞാനതൊന്നും കളയുന്നില്ല, ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്. ഞാൻ പൊതുവേ കോഴികൾക്ക് പാത്രത്തിൽ തീറ്റിട്ട് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നിലത്തിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മണ്ണിലുള്ള ഒരു അംശം കൂടെ അവരെ വയറ്റിലേക്ക് പോകണം അങ്ങനെ വിചാരിച്ച് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. അമ്മ എല്ലാ തീറ്റയും പണ്ടേ ഇല്ല കോഴികളെല്ലാം കാണില്ല. എല്ലാവരും നിലത്തുനിന്നെല്ലാം കൊത്തിപ്പെറുക്കി തിന്നുന്നു. മണ്ണും കൂടെ കുറച്ച് അവർ വയറ്റിൽ പോയതിനു വെച്ചിട്ട് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാനിത് ഇത്രയും പായൽ പറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് കോഴികൾക്ക് കൊടുത്തിട്ട് തിന്നുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കൊണ്ടുവച്ച താമസം എല്ലാവരും കൂടെ വന്ന് കൊത്തിപ്പറിക്കുന്നത്. എൻ്റെ കോഴികൾക്ക് ഞാൻ ഈ സമയത്തൊന്നും ഫുഡ് കൊടുക്കലില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഒരുപാട് ആൾക്കാർ ഇതുപോലെ എന്ത് തീറ്റ കൊടുക്കും എന്നുള്ള ബുദ്ധിമുട്ടിൽ നടക്കുന്ന ആൾക്കാരിലുണ്ടാവും. അപ്പോൾ എളുപ്പത്തിലൊരു തീറ്റ ഇതുപോലെ സമയമില്ലാത്തവർക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ തീറ്റ നമുക്ക് എല്ലാ സമയവും ഒരുപോലെ കിട്ടൂലല്ലോ. വേനലെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തീറ്റിട്ടൽ വളരെ കുറവായിരിക്കും. ഇത് മഴ സമയത്ത് മാത്രം കിട്ടുന്ന ഒരു തീറ്റയാണ്, എളുപ്പത്തീറ്റയാണ്. മുറിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യം. ഇതിങ്ങനെ എളുപ്പത്തീറ്റ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമായിട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇല മുറിക്കാനെടുക്കുന്ന സമയം അത്ര പോലും വേണ്ടല്ലോ. ഇതൊന്ന് വേഗം പറിച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ അവരിതെല്ലാം തിന്ന് തീർത്തു. അപ്പോൾ നിലത്ത് വീണതും കൂടെ കൊത്തി തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോലെ.